ഹലോ ഹായ് മക്കളെ, നമ്മൾ ഇന്ന് നമ്മളുടെ 7th ചാപ്റ്റർ നോൺ മെറ്റൽസിലെ ഒരു നോൺ മെറ്റലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരാന്നറിയോ? നമ്മളുടെ എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. നമ്മൾ കുറച്ചു നേരം മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ശ്വാസം കിട്ടാണ്ട് അങ്ങ് വലയും. കാരണം നമുക്ക് ശ്വസിക്കാനായിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന നോൺ മെറ്റലാണ് നമ്മളുടെ സ്വന്തം ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ അറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. മിസ് 2-3 വീഡിയോകളിലായിട്ട് ഇനി മുന്നത്തെ വീഡിയോകൾ കണ്ടാൽ അറിയാൻ പറ്റും. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണ് എല്ലാ വീഡിയോയിലും മിസ് ചോദിച്ചിട്ടുണ്ടായി. ഏതാണ്? ഓക്സിജൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അപ്പൊ നോട്ടൊക്കെ എഴുതി പഠിക്കുന്നതിന്റെ മക്കളെല്ലാവരും എഴുതി വെച്ചോ. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നൈട്രജൻ ആണ്. എർത്ത് ക്രസ്റ്റിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ് കേട്ടോ. ഇനി നമുക്കറിയാം ബ്രെത്ത് ഓഫ് ലൈഫിന് വേണ്ട ഒരു സാധനം ഓക്സിജൻ ആണ്. ഇതില്ലെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കിതെങ്ങനെ ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ ലബോറട്ടറി പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് ലാബിൽ നമ്മൾ ഓക്സിജൻ ഗ്യാസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുട്ടി എക്സ്പെരിമെൻ്റ് ആണ്. ഒരു കുഞ്ഞ് ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിൽ മിസ് കുറച്ച് KMnO4 ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ KMnO4 നല്ല വൈൻ റെഡ് കളറിലിരിക്കുന്ന ഒരു സാധനമാണ് അത്. അതിനൊന്ന് ചൂടാക്കുന്ന സമയത്ത് കുറേ ആൾക്കാരായിട്ട് അവന്മാർ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും, വിഘടിച്ചു പോകും. എന്നിട്ട് കൂടെ ഒരു ഗ്യാസ് അങ്ങ് പുറത്തേക്ക് വിടാൻ തുടങ്ങും. അപ്പം അതിലേക്ക് നമ്മൾ ഒന്ന് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ഊതിക്കെടുക്കുക. എന്നിട്ട് അതൊന്നും കൂടെ കൊണ്ടുപോയി അതിൻ്റെ അടുത്തായിട്ട് വെച്ച് നോക്കുക. ഒരു ഫ്ലെയിം ഉള്ള ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കത്താനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് കാണിച്ചാലും മതി, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? വീണ്ടും കത്താനായിട്ട് തുടങ്ങും. നമുക്കറിയാം കത്താൻ വേണ്ടി സഹായിക്കുന്ന ഗ്യാസ് ഏതാണ്? കമ്പഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതാ? ഓക്സിജൻ ഗ്യാസ് ആണ്. സോ നമ്മൾ ലാബിൽ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് KMnO4 എടുത്ത് ചൂടാക്കിയാൽ മതി. KMnO4 നമ്മൾ വിളിക്കുന്നത് പൊട്ടാസ്യം പെർ മാഗ്നേറ്റ്. ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ പൊട്ടാസ്യം പെർ മാഗ്നേറ്റ് എടുക്കുന്നു, ചൂടാക്കുന്നു. എന്നിട്ട് അതിലേക്ക് ബേണിംഗ് മാസ്റ്റിക്, അതിലേക്ക് എരിയുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോയി മൗത്തിൽ കാണിച്ചു. അപ്പൊ എന്ത് പറ്റും? വീണ്ടും മാസ്റ്റിക് ബ്രൈറ്റ്ലി കത്താനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് ഓക്സിജൻ ഗ്യാസ് ആണ്. ഈ ഒരു പ്രിപ്പറേഷന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. KMnO4 ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും K2MnO4 ആയിട്ടും MnO2 ആയിട്ടും ഓക്സിജൻ ഗ്യാസുമായിട്ടാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. ആ കിട്ടുന്ന ഓക്സിജൻ ഗ്യാസിനെയാണ് നമ്മൾ ഒരു മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഓക്സിജൻ ആണോ ആ ലിബറേറ്റ് ചെയ്ത് വന്നെന്നുള്ളത്. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ പഠിക്കാൻ നേരത്ത് ലബോറട്ടറി പ്രിപ്പറേഷൻ സെന്റൻസുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എൻ്റെ മക്കളാണെങ്കിൽ ഈക്വേഷനെ പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് പ്രിപ്പറേഷനിൽ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലിബറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളാണെങ്കിൽ സെന്റൻസുകൾ പഠിക്കുക. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് ഇതേപോലെ ഇക്വേഷൻ തന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും. അപ്പൊ KMnO4 ഹീറ്റ് എന്ന് കണ്ടാൽ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്സിജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്, ഓക്സിജൻ കിട്ടുന്നു. അപ്പോൾ ഓക്സിജൻ ആണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയലി ഓക്സിജൻ ഉണ്ടാക്കുന്നത് നമ്മൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്തപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയായിരുന്നു സ്പ്ലിറ്റിങ്ങിലൂടെ. ഹൈഡ്രജൻ, അവിടെ നമ്മൾ പഠിച്ചു ഹൈഡ്രജന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. കൂടെ തന്നെ വരുന്ന മറ്റൊരു പങ്കാളി ആരാണ്? ഓക്സിജൻ ആണ്. സോ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജനും വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് വഴിയിട്ടാണ് ചെയ്യുന്നത്. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. സോ ഇതാണ് ആ ഒരു ഇക്വേഷൻ. വാട്ടർ എടുത്തു, ഇലക്ട്രോളിസിസ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയലി ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓക്സിജനെ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോകാം. ഓക്സിജന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഓക്സിജൻസ് മെറ്റലും നോൺ മെറ്റൽസും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരെങ്ങനെയാണ് അതിന്റെ ഓക്സിജന്റെ ആ ഒരു റിയാക്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു നോൺ മെറ്റൽ എടുക്കുന്നു, കാർബൺ എന്ന് പറയുന്ന നോൺ മെറ്റലുമായി ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും അവിടെ ഫോം ചെയ്യുക? എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സിയും ഉണ്ട്, O2 ഉണ്ട്. അവിടെ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. വേറൊരു നോൺ മെറ്റൽ എടുക്കുന്നു, ഹൈഡ്രജനുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് ഫോം ചെയ്യും? നമുക്ക് വാട്ടർ ഫോം ചെയ്യും. 2H2O ഫോം ചെയ്യും. ബാലൻസിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഇവിടെയും 4 ഹൈഡ്രജൻ ആക്കി മാറ്റാം. അപ്പൊ ഇതാണ് മെറ്റലും നോൺ മെറ്റലുമായിട്ടുള്ള റിയാക്ഷനിൽ ഓക്സിജൻ അവരുടെ ഓക്സൈഡുകളെ തരുന്നു. നോൺ മെറ്റലായ കാർബൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്സിജനുമായി ചേർന്നപ്പോൾ അവരുടെ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നു. ഇനി നോൺ മെറ്റലായ ഹൈഡ്രജൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനിൽ അവരുടെ ഓക്സൈഡ് ആയിട്ടുള്ള വാട്ടറിനെ തന്നു.
ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ യൂസസ് നോക്കാം. കമ്പഷന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു കത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. കത്തുന്നതിന് നമ്മൾ പറയുന്നത് ജ്വലനം എന്നാണ്. സോ ജ്വലന സഹായിയായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. ഇനി റോക്കറ്റ് ഫ്യൂവൽസിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അതിനുവേണ്ടി റോക്കറ്റ് ഫ്യൂവലിൽ നമ്മൾ കൊടുത്തുവിടുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. പിന്നെ നമുക്ക് പറയാം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു ഗ്യാസ് ഓക്സിജൻ ആണ് ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇനി അത് നമുക്ക് സാധിക്കുന്നില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വഴിയിട്ടാണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അവിടെ കൃത്രിമ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ്. ഇതൊക്കെ നമുക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. കത്താൻ സഹായിക്കും. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരെണ്ണമാണ് ഓക്സി അസെറ്റലിൻ. നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലെയിം ഇല്ലേ, അതാണ് വെൽഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെൽഡിങ് പർപ്പസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഫ്ലെയിം ഒക്കെ വന്നത്. അവിടെ നമ്മൾ കത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഡയറക്റ്റ് അല്ല, ഓക്സി അസെറ്റിലിൻ ഫോംസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഫ്ലെയിമിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് യൂസ് ഓഫ് ഓക്സിജനിൽ എന്ത് വന്നു, ഈ ഒരു സാധനം അങ്ങ് കയറി വന്നു. അപ്പം ഇത്രയുമാണ് യൂസസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പഠിക്കാൻ പോവാം. മിസ് അതിനെ ഹൈഡ് ചെയ്ത് വെച്ചു. ആരാണെന്നറിയോ? ഓസോണിന്റെ കെമിക്കൽ ഫോർമുല കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. മനസ്സിൽ എൻ്റെ മക്കളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓസോണിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേരുവാണ്. അപ്പൊ എന്ത് കിട്ടും? 3 എണ്ണം കൂടിച്ചേർന്നല്ല സത്യത്തിൽ കിട്ടുന്നത്. നമ്മൾ പഠിക്കും പ്രിപ്പറേഷൻ എങ്ങനെയാന്നുള്ളത്. 3 പേരുണ്ട് എന്തായാലും. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? O3. ഓസോൺ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 3 ഓക്സിജൻ ആറ്റങ്ങളുടെ കോമ്പിനേഷൻ വഴി കിട്ടുന്ന ഒരു സാധനമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഓസോൺ ഉണ്ടാകുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിസ് ഈ വരച്ച് വെക്കുന്നത് പൂക്കളും കായ്കളും അല്ല, വെരി വെരി ഇമ്പോർട്ടൻറ്റിൻ്റെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓസോണിൻ്റെ പ്രിപ്പറേഷൻ പറയാൻ പോവാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എന്ത് പറ്റുമെന്നറിയോ? UV ലൈറ്റിലെ ഹൈ എനർജി ഉണ്ട്, ലോ എനർജി ഉണ്ട്. ആദ്യം തന്നെ ഈ ഓക്സിജൻ ഹൈ എനർജിയിൽ ഇങ്ങ് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് അവന്മാർ ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടനം സംഭവിച്ചിട്ട് 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയോ? ഒരു ഓക്സിജൻ ആറ്റവും വീണ്ടുമുള്ള O2 മോളിക്യൂളും കൂടെ ചേർന്നുകൊണ്ട് അവർ ഓസോണായിട്ട് മാറും. അതായത് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ UV ലൈറ്റിലെ ഹൈ എനർജിയെ വാങ്ങിച്ചെടുക്കുന്നു. ഇതാ കാണുന്നു ഇക്വേഷൻ. അറ്റ്മോസ്ഫറിക് ഓക്സിജൻ UV ലൈറ്റിലെ ഹൈ എനർജിയെ വാങ്ങിച്ചെടുക്കും. എന്നിട്ട് 2 ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറി. ഇനി അതിലൊരു ഓക്സിജൻ ആറ്റവും നമ്മുടെ വീണ്ടും അറ്റ്മോസ്ഫിയറിൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജനെയും കൂടെ വാങ്ങിച്ചെടുത്തുകൊണ്ട് ഓസോണായിട്ട് മാറുന്നു, O3 മോളിക്യൂൾ ആയിട്ട് മാറുന്നു. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്നറിയോ? ഈ കിട്ടിയ ഓസോൺ മോളിക്യൂള് അപ്പം തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ലോ UV ലൈറ്റിനെ വാങ്ങിച്ചെടുക്കും. ലോ ആയിട്ടുള്ള UV ലൈറ്റിനെ വാങ്ങിച്ചെടുത്തുകൊണ്ട് അപ്പം തന്നെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. അപ്പം അതൊരു സൈക്ലിക് പ്രോസസ് ആയില്ലേ? ഓക്സിജൻ ആറ്റവും ചേർന്നു ഓസോൺ ആയി മാറി. ദാണ്ടടാ ആ ഓസോൺ എന്ത് ചെയ്യുകയാണ്? എനിക്ക് അങ്ങനെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് UV ലൈറ്റിനെ വാങ്ങിച്ചുകൊണ്ട്, ചെറിയ എനർജി കുറഞ്ഞ UV ലൈറ്റിനെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചെന്തായി മാറും? ഓക്സിജൻ ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് സത്യത്തിൽ നമ്മളുടെ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഓസോൺ ലെയർ ഇതേപോലെ നിലനിന്ന് പോണത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇക്വേഷൻസിനെ ഒന്നിച്ചാക്കിയതാ പറയാൻ പോവാണ്. ഓസോൺ അൾട്രാവയലറ്റ് റേഡിയേഷനിലെ ലോ എനർജിയെ വാങ്ങിച്ച് ഓക്സിജനായി മാറുന്നു. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉഭയദിശ രാസപ്രവർത്തനം. O2 UV റേഡിയേഷൻ ഹൈ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി മാറും? ഓസോൺ ആയിട്ട് മാറും. ഇനി ഓസോൺ UV റേഡിയേഷൻ ലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഓക്സിജൻ ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്ന് സൈക്ലിക് പ്രോസസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് അറ്റ്മോസ്ഫിയറിലെ ഓസോണിന്റെ എമൗണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഈ എനർജി കൂടുതലാണ് UV കിട്ടുന്നതെങ്കിൽ ഓസോൺ ആകും. എനർജി കുറവ് ആയിട്ടുള്ള UV ആണ് കിട്ടണമെങ്കിൽ ഓസോൺ ഓക്സിജൻ ആയി മാറും. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടന്നാണ് അറ്റ്മോസ്ഫിയറിൽ ഓസോണിന്റെ ലെവൽ എപ്പോഴും എന്തായിട്ട് നിൽക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഈ ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്നതും ഈ അൾട്രാ വയലറ്റ് റേസ് ഇങ്ങോട്ട് വരാത്തതും. കാരണം വരുന്നതിന് ഇവൻ വാങ്ങിച്ചെടുക്കും. ഹൈ ആണെങ്കിലും വാങ്ങിച്ചെടുത്ത് ഓസോൺ ആകും, ലോ ആണെങ്കിലും വാങ്ങിച്ചെടുത്ത് തിരിച്ച് ഓക്സിജൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ ഹാംഫുൾ റേഡിയേഷൻസ്
എർത്തിലേക്ക് എത്താതിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഹരിതഗൃഹ വാതകത്തിൽപ്പെട്ട ഒന്നാണ് ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോണിന്റെ തരുമ്പോൾ തന്നെ ചോദിക്കും, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ് ചോദിക്കും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഓസോണിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓസോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു വി ലൈറ്റ് നമ്മുടെ ഇവിടെ എർത്തിലേക്ക് എത്താതെ, ഭൂമിയിലേക്ക് എത്താതെ നമ്മളെ സംരക്ഷിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഈ ഒരു ഓസോൺ ലെയർ ആണ്. അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യു വി ലൈറ്റ് ഹൈ എനർജിയിൽ വന്നാൽ ഓക്സിജനും ആറ്റവും കൂടെ ചേർന്ന് അപ്പം തന്നെ ഓസോൺ ആവും. ഇനി ലോ എനർജിയാണ് കിട്ടുന്നതെങ്കിൽ ആ ഓസോൺ തിരിച്ച് ഓക്സിജൻ ആയി മാറും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നടന്ന് അവരെന്ത് ചെയ്യും? യു വി ലൈറ്റിന് ഇങ്ങോട്ട് തരൂല, അവിടെ തന്നെ വെച്ച് അവരങ്ങ് റിയാക്ഷൻ നടത്തി അങ്ങ് സെറ്റ് ആവും. പക്ഷേ നമ്മളിവിടെ ഭൂമിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കുറേ വില്ലത്തരങ്ങൾ കാണിച്ചു നോക്കും. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കിനും അതിൻ്റെ അകത്ത് ഇവന് ഓസോൺ ലെയറിൻ്റെ ഡെപ്ലീഷൻ എന്ന് പറയും. ഓസോൺ ലെയർ ദാ ഇങ്ങനെ ഒരു സാധനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഇവിടെയും വരെയും ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കുമായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കിനും അതിൽ നിന്നും വരുന്ന CFC മോളിക്യൂൾ, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ സ്പ്രേയിലുണ്ട്, ഫ്രിഡ്ജിലുണ്ട്, AC-യിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിതൊന്നും ഉപയോഗിക്കാണ്ടല്ലോ ജീവിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് CFC, ക്ലോറോ ഫ്ലൂറോ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ സാധനം ഉണ്ടല്ല, നമ്മുടെ പാവം പിടിച്ച ഓസോൺ ലൈറ്റ് ആയിട്ടുള്ള ലോ എനർജിയിലുള്ള UV-നെ എടുത്തിട്ട് തന്നെത്താനെ ഓക്സിജനും O2 ആയിട്ട് ഇരിക്കുമായിരിക്കും. പോയി ഒരു സന്തുലനാവസ്ഥയിൽ, ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ വലിഞ്ഞു കയറി വരുന്ന CFC എന്ത് ചെയ്യുന്നറിയോ? ഇനി ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഓസോണിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് O2-ഉം Oയും ആക്കി മാറ്റും. വല്ല കാര്യമുണ്ടോ? ഓൾറെഡി ഓസോൺ തന്നെത്താനെ UV ലൈറ്റ് വെച്ച് ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ CFC പോയിട്ട് അവരെന്ത് ചെയ്യും? ഞാൻ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് അതിനെ വിച്ഛേദിച്ച് കളയും. അതായത് O3 ആയിരുന്ന ആളെ CFC എന്താക്കി മാറ്റും? O2-ഉം Oയുമായിട്ട് മാറ്റും. അതിൽ ഈ O ആണ് Cl-ഉമായിട്ട് ചേർന്ന് OCl അല്ലെങ്കിൽ ClO എന്ന് പറയുന്ന ക്ലോറിൻ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് ഒന്നും ചെക്ക് ചെയ്യേണ്ട, ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഈ ഓസോൺ സാധാരണഗതിയിൽ UV ലൈറ്റ് വെച്ചിട്ട് തന്നെ ഓക്സിജനും Oയും ആയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല. UV ലൈറ്റ് അവിടെ അങ്ങ് അബ്സോർബ്ഡ് ആയി തീർന്ന് എർത്തിലേക്ക് വരില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോസസ്സിന് CFC കാരണമായി കഴിഞ്ഞപ്പോൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ കാരണമായി കഴിഞ്ഞപ്പോൾ ബാക്കി UV ലൈറ്റുകൾ അവിടെ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ അളവിലായി. ആരും വാങ്ങിക്കാനില്ല. കാരണം ഓസോൺ മൊത്തം CFC കാരണം ഓൾറെഡി O2 ആയിട്ട് മാറി. പിന്നെ ആര് വാങ്ങിച്ചെടുക്കുക ആ UV ലൈറ്റിനെ? അത് വാങ്ങിച്ചെടുക്കാൻ ആളില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഓസോൺ ഹോൾസിൽ UV ലൈറ്റ് വീണ് വിള്ളൽ വരാൻ തുടങ്ങി. ആ വിള്ളലിലൂടെ ഭൂമിയിലേക്ക് UV ലൈറ്റ് എത്താനും തുടങ്ങി. ഇതിനെയാണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ എന്ന് നമ്മൾ പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ. ഇനി ഇതിൽ നിന്നുള്ള വൺ വേർഡ് എന്താണെന്ന് വെച്ചാൽ, ഓസോൺ ലെയർ ഡെപ്ലീഷന് കാരണമായിട്ടുള്ളത് ഏത് ഗ്യാസാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് അതിന് കാരണമായിട്ടുള്ള ആള്. എങ്ങനെയാണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ, ഇവൻ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോഴേക്കിനും സെൽഫ് ഡിസോസിയേഷൻ നടന്നിട്ട് ക്ലോറിൻ ആയിട്ട് മാറും. ഈ ക്ലോറിൻ നമ്മളുടെ ഓസോണിനെ ഡീകമ്പോസ് ചെയ്ത് O2-ഉം Oയും ആക്കി മാറ്റും. അപ്പോൾ ഓൾറെഡി സൈക്ലിക് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓസോൺ O2 ആയിട്ട് മാറാനായിട്ട് തുടങ്ങും. അപ്പൊ സൈക്ലിക് പ്രോസസ്സിൽ ഉപയോഗിച്ചിരുന്ന UV ലൈറ്റ് അവിടെ ബാക്കി കിടക്കുവാണ്. ആ UV ലൈറ്റ് ഇതിന് എന്തുണ്ടാക്കും? വിള്ളൽ ഉണ്ടാക്കി ആ വിള്ളൽ വഴിയിട്ട് നമ്മുടെ ഇവിടേക്ക് എന്ത് സംഭവിക്കും? UV റേഡിയേഷൻസ് എത്താനായിട്ട് കാരണമാകും. അത് തന്നെയാണ് മലയാളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഓസോൺ ലെയർ ഡെപ്ലീഷൻ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഓക്സിജനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്സിജനെ കുറിച്ച് പഠിക്കാൻ നേരത്തെ അപ്പം തന്നെ ആദ്യം ആലോചിക്കേണ്ടത് ഓക്സിജൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, കെമിക്കൽ റിയാക്ഷൻസ് ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. മെയിനായിട്ട് വേണ്ടത് ഓസോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓസോൺ ഡെപ്ലീഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ചുരുക്കമാണ്. സോ ദാറ്റ് എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓസോൺ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യവും ഓസോൺ ലെയർ ഡെപ്ലീഷനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം, ഇക്വേഷൻസ് വരുന്ന പോർഷൻസ് ഒക്കെ. സോ ദാറ്റ് നിങ്ങൾക്ക് എങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇക്വേഷൻ വെച്ച് അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഓക്സിജനെ കുറിച്ചുള്ളൊരു വീഡിയോ. നമുക്ക് മറ്റൊരു എലമെൻറ്റുമായിട്ട് വീണ്ടും നോൺ മെറ്റൽസിൻ്റെ ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.